ഗോകുലം ഗോപാലൻ്റെ ഓഫീസുകളിലും വീടുകളിലും ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ചെന്നൈയിലും കോഴിക്കോടും ഒക്കെ റെയ്ഡാണ്. കൊച്ചിയിലെ ED യൂണിറ്റുകാരാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നത്. എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയറക്ടറേറ്റിൻ്റെ ഈ നടപടി അത് എമ്പുരാൻ സിനിമയിലെ ഗോകുലം ഗോപാലൻ പണം മുടക്കിയതിന് ശേഷമാണ്. എമ്പുരാനിൽ ഇൻവോൾവ് ചെയ്തവരെല്ലാവരുടെയും കൈ പൊള്ളുകയാണ്. പലർക്കും പല വിധത്തിലുള്ള ഹേമദണ്ഡങ്ങൾ ഏൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എമ്പുരാനിൽ ഏകദേശം അതിൻ്റെ കളക്ഷൻ 200 കോടി ക്ലബ്ബിലെത്തി എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. ഇങ്ങനെ കളവായിട്ട് കളക്ഷൻ പോയിൻറ്റിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ട് കളവായിട്ട് ഇതുപോലെ പ്രസ്താവിക്കുന്നതും അതിൻ്റെ ഇൻകം ടാക്സും അതിൻ്റെ GSTയും ഒക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. 200 കോടി ക്ലബ്ബെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ 50% മാത്രമേ കൂട്ടാവുള്ളൂ. കാരണം ഓരോ തിയേറ്ററിലും അവിടുത്തെ ലോക്കലെ ടാക്സുകളുണ്ട്, അവിടുത്തെ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ടാക്സുകൾ വരും, പിന്നെ ആ തിയേറ്ററുകാരുടെ ഷെയർ വരും, അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിൻ്റെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ധാരാളം പണം ചിലവാകും. ഏതായാലും കളക്ഷൻ ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു 50% കൂടുതലൊന്നും മുതൽ മുടക്കിയാൽ പ്രൊഡ്യൂസറുടെ കയ്യിലെത്തില്ല. 200 കോടി ക്ലബ്ബ് 100 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കളക്ഷൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ പറയുന്നത് ആൾ കൂട്ടാനും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ കയറാനും കൂടുതൽ പണം പിടിച്ചെടുക്കാനും ഉദ്ദേശിച്ചുള്ള ചില സൃഷ്ടികളായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ എമ്പുരാനിലേക്ക് അവസാന കാലഘട്ടത്തിൽ അതിന് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോഴായിരിക്കണം എന്തോ ഗോകുലം ഗോപാലനും അതിൻ്റെ അകത്ത് പങ്കാളിയായി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശനിദശ ആരംഭിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഗോകുലത്തിൻ്റെ ബേസിക്കായിട്ട് അദ്ദേഹം ചിട്ടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ചെന്നൈയിലെ അദ്ദേഹത്തിൻ്റെ കോടമ്പക്കത്തുള്ള ധനകാര്യ സ്ഥാപനം, അവിടെയാണ് ചിട്ടി തുടങ്ങിയെന്ന് ഞാൻ കരുതുന്നത്. അവിടെ ED ചെന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ ഗോകുലം ഗോപാലൻ്റെ ചെന്നൈയിലെ വീട്, അത് നീലാങ്കരയിലാണ് ആ വീട്, അവിടെ ED എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബിസിനസ് സ്ഥാപനങ്ങളൊന്നായ ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോടിലും ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗോകുലം മാള് കോഴിക്കോട്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും മിക്കവാറും ED എത്തിക്കഴിഞ്ഞു, അവിടെ റെയ്ഡ് നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഹൗസുകളിലുള്ള ആ റെയ്ഡിനകത്തൊക്കെ തിരിമറികൾ നടന്നിട്ടുണ്ടാവാം എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് EDയുടെ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത്. കോടമ്പാക്കത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സ്ഥാപനം തന്നെയാണ് ചിറ്റ്സ് ആൻഡ് ഫിൻസ്, അവിടെയും റെയ്ഡ് നടത്തി. അദ്ദേഹത്തിൻ്റെ കോടമ്പക്കത്തെ പല ഏറ്റവും ഓൾഡസ്റ്റായ സ്ഥാപനങ്ങൾ മുതൽ അതിനുശേഷം അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നത്? അതിൻ്റെ തുടക്കം തീർച്ചയായിട്ടും എമ്പുരാനിലെ പണം മുടക്കിയത് തന്നെ. എമ്പുരാനിലെ പണം മുടക്ക് എന്ന് പറയുന്നത് അതൊരു വ്യവസായത്തിന് പറ്റിയ രീതിയിൽ ഉള്ള ഒരു കഥയോ തന്ത്രമോ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അല്ലാതെ തന്നെ ആൾക്കാരെ ആകർഷിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു തട്ടിപ്പ് വേലയായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം അതിനകത്തൊരു കഥാതന്തുവില്ല എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനകത്ത് ചില അഭ്യാസങ്ങൾ ക്യാമറയിലും അതുപോലെ ഫോട്ടോഗ്രാഫിയിലും ഒക്കെ കാണിച്ച് അത് ഒരു തട്ടിപ്പ് മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിനിമ ആയിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. ഞാനെന്തായാലും എമ്പുരാൻ കണ്ടില്ല, കാണാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള ജിമ്മിക്സുകൾ പല സിനിമകളിൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊന്നും കാണാൻ യോഗ്യതയുള്ള സിനിമ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഗോകുലം ഗോപാലനെ സമാധാനപരമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ധാരാളം പണം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചിട്ടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള പണം ഉണ്ടാക്കൽ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ ആ ചിട്ടി വ്യവസായത്തെ തൊട്ട് പിന്നീടുണ്ടാക്കിയിരിക്കുന്ന എല്ലാ സൗദങ്ങളും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും എല്ലായിടത്തും ED എത്തിക്കഴിഞ്ഞു. ഏതായാലും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എറണാകുളത്തെ EDയിലെ ഉദ്യോഗസ്ഥരാണ് ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യുന്നത്. ഇതിലേക്ക് യഥാർത്ഥത്തിൽ എത്ര പണം മുടക്കിയിട്ടുണ്ടെന്ന് ED കണ്ടെത്തും. കാരണം എമ്പുരാൻ സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുതൽ മുടക്ക് എത്ര, എന്തുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ അദ്ദേഹം മുതൽ മുടക്കാൻ വന്നത്, ആരാണ് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ട് ചാടിച്ചത്, എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ പണം മുടക്കാൻ പോയത്,
അത് തനിക്ക് അതിനകത്ത് കൂടുതൽ പ്രോഫിറ്റ് എന്തെങ്കിലും ലഭിക്കും എന്ന് കരുതിയിട്ടാണോ, അതോ തൻ്റെ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് വൈറ്റാക്കാനുള്ള ശ്രമമാണോ, അത് മറ്റാരുടെയെങ്കിലും കള്ളപ്പണങ്ങൾ വിദേശത്തുള്ളവരെയും മറ്റേ നാട്ടിലുള്ളവരെയും കൂടുതൽ കള്ളപ്പണങ്ങൾ വൈറ്റാക്കാനുള്ള ശ്രമമാണോ എന്നൊക്കെ ധാരാളം ചിന്തകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. കേരളത്തിലെ പല വ്യവസായികൾക്കും വലിയ വളർച്ച നേടിയിട്ട് അവസാനം അത് മുഴുവൻ കടലാസിലായിരിക്കാം. കാരണം അങ്ങനെ വളർച്ച നേടി പലരും ഒളിവിപ്പോയതും പലരും തകർന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ബിസിനസ് സ്ഥാപനങ്ങൾ പലരെയും നടന്നു പോകുന്നുണ്ടെങ്കിലും അവർ പലരും ഇന്ത്യ വിട്ട് വിദേശത്ത് പോയി പല രാജ്യങ്ങളിൽ അഭയം തേടി ധാരാളം സംഭവങ്ങൾ നമുക്കുണ്ട്. മാനമായിട്ട് ബിസിനസ് ചെയ്ത് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഗോകുലം ഗോപാൽ എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ED ഒരു റെയ്ഡ് വരാൻ കാരണം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അത് ഈ എമ്പുരാൻ സിനിമയിൽ പണം മുടക്കിയിട്ടുണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഉണ്ടാകില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും അത് വരവും ചിലവും കണക്കും ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നുവരെ അദ്ദേഹം ചെറുപ്പത്തിൽ ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ പുരോഗതി മാത്രം ഉണ്ടായിരിക്കുന്നു. ചില ചാനലുകളും ചില സിനിമാ വ്യവസായങ്ങളിലൊക്കെ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൈ പൊള്ളി എന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് കൈ പൊള്ളുമോ ഇല്ലയോ എന്ന് ഒരു സംശയം. കാരണം എമ്പുരാനിലാണ് പണം മുടക്കിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ അദ്ദേഹം പണം മുടക്കാൻ കാരണം? അത് എമ്പുരാനെ പ്രൊഡ്യൂസ് ചെയ്തവർക്ക് സാമ്പത്തികമായ വല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഗോകുലം പോലെയുള്ള ഒരാൾ ഒരു ധനാഢ്യനെ ഇതിനകത്ത് കൊണ്ടുവന്ന് അവസാന നിമിഷം ചേർത്തത്. അദ്ദേഹത്തിന് ചില മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. താൻ 200 കോടിയോ അല്ലെ 100 കോടിയോ മുടക്കിയാൽ അതിൻ്റെ ഇരട്ടി പണം കിട്ടും എന്നൊരു പ്രോമിസ് അവർ കൊടുത്തിട്ടുണ്ടാവും. ബിസിനസ്സുകാരന് അദ്ദേഹം അത് മനസ്സിലാക്കിയായിരിക്കും എടുത്ത് ചാടിയെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അത് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ചാട്ടമായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ റെയ്ഡ് അതാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സോഴ്സുകൾ, അദ്ദേഹത്തിൻ്റെ പണം വരുന്നു ചേരുന്ന മാർഗ്ഗങ്ങൾ അതെല്ലാം ED ഇപ്പം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അദ്ദേഹം കൃത്യമായ GSTയോ അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കേണ്ടതും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ധാരാളം സോഷ്യൽ വർക്കുകൾ അദ്ദേഹം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. വലിയ വ്യവസായികളെല്ലാവരും ശരി സോഷ്യൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു ശതമാനം ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി വളരെയധികം സോഷ്യൽ വർക്ക് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ പലർക്കും അത് പ്രയോജനപ്പെടുന്നുണ്ട്. പല ധനാഢ്യരും ഇതുപോലെ പണം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ചികിത്സിക്കാൻ പണം കൊടുക്കുകയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അവിടുത്തെ ചില ആണിക്കല്ലുകൾ ഇളകാൻ സാധ്യതയുള്ളതാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ എടുത്തു ചാടുമ്പം ഉണ്ടാകുന്നതെന്ന് ഞാൻ കരുതുന്നു. പലരും നമ്മൾ അറിയാം, പല വ്യവസായികളും തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു വരുന്നു എന്നാണൊക്കെ നമ്മൾ പൊതുവെ കരുതുന്നത്. അത് ആ ഗണത്തിൽപ്പെടുന്ന ഒരു വ്യക്തി തന്നെ ഗോകുലം ഗോപാലിനും. പക്ഷേ EDയുടെ തീർച്ചയായിട്ടും ആ റെയ്ഡ് അതിൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. സാഹചര്യം നമുക്കറിയാവുന്നത് എമ്പുരാൻ തന്നെയാണ്. മറ്റ് നേരത്തെ മുതൽ അവരുടെ ബ്ലാക്ക് ലിസ്റ്റിലോ അവരുടെ ലിസ്റ്റിൽ ഗോകുലം ഗോപാലൻ കടന്നു പോയിട്ടുണ്ടോ എന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ആ എമ്പുരാൻ്റെ ആ ഡെവലപ്മെൻറ്റ് ശേഷമാണ് ഈ റെയ്ഡ്. അതുകൊണ്ട് ആ എമ്പുരാനിലെ കൈകടത്തിയവരും അതിനകത്ത് പണമിട്ടവരും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഒരു ശനി ദശയിലേക്ക് വരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായാലും ശരി, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിരിക്കും ശരി, അതിലെ ഓരോ രംഗത്തിലും വന്നവർക്കൊക്കെ തീർച്ചയായിട്ടും എൻക്വയറിയുടെ ഭാഗമായി EDയെ ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.